അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. നമ്മുടെ ഓരോ ദിവസവും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാൻ, 70,000 മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ, നമ്മുടെ എല്ലാ ദിവസവും വിജയിക്കാൻ, മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാൻ നാം ഓരോ ദിവസവും ചെയ്യേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു. മഹാനായ തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ഹീന യുസ്ബിഹു തലാസ മറാത്തിൻ, ഒരാള് രാവിലെ 3 വട്ടം പറഞ്ഞു, സുബഹിക്ക് 3 വട്ടം പറഞ്ഞു, അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 3 ആയത്ത് ഓതി. എന്നാൽ അല്ലാഹു ഏൽപ്പിക്കും ബിഹി അവനി 70,000 മലക്ക്, 70,000 മലക്കുകളെ അള്ളാഹു ഏൽപ്പിക്കും. യുസല്ലൂന അലൈഹി ഹത്താ യുംസി, വൈകുന്നേരം വരെ അവന് പ്രത്യേകമായി കാവല് നിൽക്കാൻ, അവനിക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു 70,000 മലക്കുകളെ ഏൽപ്പിക്കും. ആ ദിവസം അവന് മരിച്ചാൽ മാത്ത ഷഹീദ, ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. സൂറത്തുൽ ഹശ്റിന്റെ അവസാനത്തെ 3 ആയത്ത് ഓതിയ ഒരാൾ ആ ദിവസം മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഓൻ കാല ഈന യൂസി, വൈകുന്നേരം ഇതേപോലെ ഒരാൾ പറഞ്ഞാൽ 3 വട്ടം സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ 3 ആയത്ത് ഒരാൾ ഓതിയാൽ കാനബിറ്റിൽക്കൽ മന്ദിര, ഇതേ സ്ഥാനമാണ്. 70,000 മലക്കുകളുടെ സംരക്ഷണം ലഭിക്കും, പ്രാർത്ഥന ലഭിക്കും, മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലമുണ്ടാകും. അപ്പൊ വലിയ മഹത്വമുള്ള ആയത്തുകളാണ് സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ 3 ആയത്ത്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദത്തി ഹുവർ റഹ്മാനുർ റഹീം. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. ഇതാണ് സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ 3 ആയത്ത്. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചു, സഅൽതു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഇസ്മില്ലാഹിൽ അഅ്ളം, ഇസ്മുൽ അഅ്ളം ഏതാണ് നബിയെ? ഉടനെ നബി തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അലൈക ബി ആഖിർ സൂറത്തുൽ ഹശ്ർ, സൂറത്തുൽ ഹശ്റിൽ അവസാന ഭാഗത്തിൽ ഇസ്മുൽ അഅ്ളം ഉണ്ട്. ഫഅക്സിറു ഖിറാഅത്ത്, അത് ഓതലിനെ അധികരിപ്പിക്കുക. എന്നാൽ അതിൽ ഇസ്മുൽ അഅ്ളം ഉണ്ട്. ഇസ്മുൽ അഅ്ളം വെച്ച് ദുആ ചെയ്താൽ തീർച്ചയായും ഉറപ്പായും ആ ദുആ ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല, തർക്കമില്ല. അപ്പൊ നാം എപ്പോഴും ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ ലഭിക്കാൻ, 70,000 മലക്കുകളുടെ ഹിഫ്ള് ലഭിക്കാൻ, പ്രാർത്ഥന ലഭിക്കാൻ, സംരക്ഷണം ലഭിക്കാൻ, മരണപ്പെട്ടാൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കാൻ നാം എപ്പോഴും രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ടത് സൂറത്തുൽ ഹശ്റിൽ അവസാനത്തെ 3 ആയത്ത് നാം പാരായണം നടത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.